ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ. അഖിലേന്ത്യ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ ആശയങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി, മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ, അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ സംഘടനയുണ്ടാക്കാൻ അതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏത് കാലത്ത് 1962 തീരുമാനമെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ സമസ്ത കേരള ജമിയത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ അതേ 31/1/76 തീരുമാനം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടി അതിന് ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതനാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. 61 നമ്മുടെ ആലിമീങ്ങൾ ഇത് തീരുമാനിച്ചതാണ്. അത് നടപ്പാക്കാൻ, സമസ്ത കേരള ജമിയത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ശൈഖുനാക്ക് അതിന് ഭാഗ്യമുണ്ടായി എന്നത് ഏറ്റവും വലിയ അഭിമാനാർഹമാണ്. ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ. അഖിലേന്ത്യ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ ആശയങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി, മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ, അഖിലേന്ത്യാ തലത്തിൽ അതിന്റെ സംഘടനയുണ്ടാക്കാൻ അതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏത് കാലത്ത് 1962 തീരുമാനമെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ സമസ്ത കേരള ജമിയത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ അതേ 31/1/76 തീരുമാനം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടി അതിന് ഭാഗ്യം ലഭിച്ച മഹാപണ്ഡിതനാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. 61 നമ്മുടെ ആലിമീങ്ങൾ ഇത് തീരുമാനിച്ചതാണ്. അത് നടപ്പാക്കാൻ, സമസ്ത കേരള ജമിയത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ശൈഖുനാക്ക് അതിന് ഭാഗ്യമുണ്ടായി എന്നത് ഏറ്റവും വലിയ അഭിമാനാർഹമാണ്.